ഹലോ ഗൈസ്, അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു മിനി വ്ളോഗായിട്ട് വന്നിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ഹൗസ് വിസിറ്റിന് പോയി പെട്ട കഥയാണ്. ഫസ്റ്റ് പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ വന്നിട്ട് ഞങ്ങളോട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു അങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഡ്രസ്സിങ്ങിന് വരുമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വഴിയും പറഞ്ഞു തന്ന് ഞങ്ങൾ പോയതാണ്. പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയതല്ല, ആ വീട്ടിലേക്ക് 2 വഴിയുണ്ടായിരുന്നു. പണ്ട് ഇവർ യൂസ് ചെയ്യുന്ന വഴി കൂടെയാണ് ഞങ്ങൾ പോണത്. പക്ഷേ അപ്പുറ സൈഡിൽ കൂടെ ഓട്ടോ ഒക്കെ വരുന്ന മാന്യമായ റോഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കതറിയില്ല. ഞാനും ചേച്ചിയും കൂടെയാണ് പോയത്. ഞങ്ങൾ രണ്ടാളും പോയി പകുതി എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ കുറച്ച് ദിവസം മുന്നേ പുലി വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന്. ഉണ്ടോ, ഞങ്ങളൊരു കാട്ടിൻ്റെ ഉള്ളിലാണ് എത്തിപ്പെട്ടത്. അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ വഴിയൊന്നും ഞങ്ങൾ കാണുന്നില്ല. ബൈസ്റ്റാൻഡർ വിളിച്ചിട്ട് ചേച്ചി എന്തൊക്കെയോ വഴക്ക് പറയുന്നുണ്ട്. നിങ്ങൾ വഴി പറഞ്ഞു തരണ്ടേ, എങ്ങനെയെന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട്. ഞങ്ങൾ കുറേ തപ്പിയ വഴി കാണുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ചേച്ചീനോട് പറഞ്ഞു, ചേച്ചി അതവിടെ റോഡിട്ട് വീടുണ്ട്, നമുക്ക് ഇതിൽ കൂടെ ഇറങ്ങിപ്പോവാം അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ബൈസ്റ്റാൻഡറെ കോൾ ചെയ്യാൻ നോക്കണം കേട്ടോ. ബൈസ്റ്റാൻഡറെ വിളിച്ചു. എന്നിട്ട് അവർ പിന്നെ വീട്ടിലുള്ള ആളെ വിളിച്ച് പറഞ്ഞു ഞങ്ങളിങ്ങനെ മേലെ എത്തിയിട്ടുണ്ടെന്ന്. അങ്ങനെ ആ വീട്ടിലുള്ള ആൾ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടും വഴി തിരഞ്ഞിട്ട് കാണില്ല. അങ്ങനെ ബൈസ്റ്റാൻഡർ വന്നു. ഞങ്ങളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോയി വീട്ടിലെത്തിയപ്പോഴാണ് ഗൈസ് ഞങ്ങൾ ആ കാഴ്ച കണ്ടത്. ഫുൾ അട്ടയാണ് ഞങ്ങളെ കാലിൽ. അട്ട കടിച്ചിട്ടൊരിടം ഇനി എന്താ പറയുക, കാലിൽ ഫുള്ള് ബ്ലഡും അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ കാണിച്ചിട്ടുണ്ടോ, ചെരുപ്പിൽ വരെ അട്ടയാണ്. അങ്ങനത്തെ ഒരു ഗുദാമിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. ശേഷിത സാനിറ്റൈസറൊക്കെ അടിച്ചിട്ട് അട്ടനെ തുരത്താൻ നോക്കുന്നുണ്ട്. അവിടെ വീട് നല്ല അടിപൊളിയാട്ടോ. നമ്മൾ പണ്ടത്തെ വീട് പോലെ ചാണകം കൊണ്ട് മെഴുകി നല്ല അടിപൊളി വീട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ബ്ലഡ് ഗൈസ്. ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു.